ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും 18ാം പടിയുടെ മുന്നിൽ വെച്ച് ഈ ഒരു സന്നിധാനത്തിൽ വെച്ച് അയ്യപ്പൻ്റെ എല്ലാ അനുഗ്രഹത്തോടും കൂടെ നമ്മളിവിടെ തുടങ്ങുകയാണ്. ഹരിവരാസനം സിനിമയുടെ പൂജയ്ക്കായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു കംപ്ലീറ്റ് സിനിമ സെറ്റിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അവരെ സ്വയം തൂഫാൻ വാരിയേഴ്സ് ആയി ഡിക്ലെയർ ചെയ്യാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ സാറ് നമുക്കൊരു നമ്മുടെ മെയിൻ കാസ്റ്റും ക്രൂവിന് ഒരു തൂഫാൻ ബാഡ്ജ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആദ്യമായി സ്റ്റാർട്ട്സ് വിത്ത് our hero സൈജു ഗുരു. ആദ്യത്തെ തൂഫാൻ വാരിയേഴ്സ് മോഹൻലാലാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സിനിമാ താരമായിട്ട് ശ്രീ സൈജു ഗുരുവാണ്. മറ്റു കേരളത്തിൽ ആളുകൾ വന്നിട്ടുണ്ട്. സിനിമയിൽ രണ്ടാമത്തെ ആളാണ്. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഞങ്ങളുടെ ഡയറക്ടർ ശ്രീ രാജേഷ് നായർ, പ്രൊഡ്യൂസർ അജിത് വിനായക, റൈറ്റർ ഡോക്ടർ അമ്പാടി, DOP സജ്ജാദ് കാക്കു, ആർട്ട് ഡയറക്ടർ രാഗിൽ, കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവ്യർ, ഡോക്ടർ സെറീന കുറുപ്പ് സൈജു ഗ്രൂപ്പിൻ്റെ സിസ്റ്ററാണ്. സേറ കുറുപ്പ് സൈജു ഗ്രൂപ്പിൻ്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരി വോളണ്ടിയർലി ഷീ വാണ്ടഡ് ടു ബി എ ബാരിയർ എന്ന് പറഞ്ഞ നമ്മുടെ KK സുനിൽ, മംഗളം TV ബ്യൂറോ ചീഫ്. നമുക്കൊരു തിരി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ധന്യമാക്കാം. അതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ ഹോണറബിൾ ഹോം മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ രമേശ് ചെന്നിത്തല സർ. ഒപ്പം നമ്മുടെ ഹീറോ സൈജു കുറുപ്പ്, ഒപ്പം പ്രൊഡ്യൂസർ അജിത് വിനായക, ഇവ ഞങ്ങളുടെ മറ്റൊരു ഹീറോയിൻ ഇവ, നമുക്ക് വേണ്ടി ഭരണം മാറിയിട്ട് മൈക്കിന്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല. ഏതായാലും മൈക്ക് മാത്രം ബുദ്ധിമുട്ടില്ലാന്നല്ല. ഏതായാലും വളരെ സന്തോഷം. നമ്മുടെ ശബരിമല നമ്മുടെ എല്ലാം നാടിൻ്റെ ഐശ്വര്യമാണ്. കോടാനുകൂടി വരുന്ന ഭക്തജനങ്ങൾ ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നു. കലിയുഗവരനായ അയ്യപ്പസ്വാമിയെ കാണാൻ ലോകം മുഴുവൻ എത്തുമെന്നുള്ളതാണ് വിശ്വാസം. ഏതായാലും ഹരിവരാസനം പാടിയാണ് അയ്യപ്പനെ ഓർക്കുന്നത്. ആ പേര് തന്നെ ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പായിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ 2 പ്രൈവറ്റ് സെക്രട്ടറിമാർ രണ്ടും നേരത്തെ ഉള്ളത്. ഒരാളാണെങ്കിൽ നിരന്തരം ചീഫ് സെക്രട്ടറിമാരുമായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ്, മറ്റൊരാളെ സിനിമ വിളിക്കുന്നതാണ്. രണ്ടുപേരും വലിയ കഴിവുകളുള്ള മഹാവ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. എനിക്ക് അഭിമാനമുണ്ട്. ഈ 2 പേരും അമ്പാടിയാണെങ്കിലും നമ്മുടെ പ്രശാന്താണെങ്കിലും വലിയ കഴിവുകളുള്ള 2 വ്യക്തിത്വങ്ങളാണ്. കളക്ടർ ബ്രോ എന്നാണ് പ്രശാന്തിനെ അറിയപ്പെടുന്നത്. അദ്ദേഹം ആ കളക്ടറായി പോകുന്നത് കൊണ്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞപ്പോൾ അവിടേക്കാണ് അമ്പാടി. 2 പേരും വലിയ കഴിവുകളുള്ള ആളുകൾ. നമ്മുടെ വിജയം നമ്മളെ സഹായിക്കുന്ന ആളുകളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ 2 പേരുടെയും കഴിവുകളുണ്ട്. പ്രശാന്താണെങ്കിലും അമ്പാടിയാണ് നിരവധി പടങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ്. ഈ ഹരിവരാസനവും അതുപോലെ ഒരു വിജയമാകട്ടെ. ഞാൻ അയ്യപ്പ ഭക്തനാണ്.
എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ്. ഇത്തവണ എൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ഒരു വർഷത്തെ പോയതുകൊണ്ടുള്ള നിഷ്കർഷതയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് പോകാതിരുന്നത്. അടുത്തവണ മധുപാല് കൂടി എൻ്റെ കൂടെ ശബരിമലയ്ക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാവരും അയ്യപ്പസ്വാമി അനുഗ്രഹം നേടുന്നവരായതുകൊണ്ട് ഈ പടം ഒരു വൻ വിജയമായിട്ട് എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഹരിവരാസനത്തിലൂടെ ലോകം മുഴുവൻ ഒരു പുതിയ സന്ദേശം നൽകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. സർ ചേട്ടാ ചെറുപ്പടണ്ട, വീണ്ടും ഒന്നും കൂടെ ബുദ്ധിമുട്ടിക്കണം. 2 വാക്ക്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സർ, പിന്നെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ശബരിമല ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയിൽ അഭിനയിക്കാൻ പറ്റുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. മാളികപ്പുറം ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് വനിതാ എറണാകുളത്ത് തിയേറ്ററിൽ നടക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് വണ്ടിയിൽ പറഞ്ഞതാണ്, എടാ നിനക്ക് ചില പടങ്ങൾ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ടല്ലോ, നിൻ്റെ ഭാഗ്യമാണ് ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നത്, ഗംഭീര പടമാണ്. അപ്പോൾ അത് പറഞ്ഞാൽ വീണ്ടും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗംഭീര പടത്തിൻ്റെ ഭാഗമാണ് ഞാൻ ആകാൻ പോകുന്നത്. രാജേഷ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 3 പടത്തിലേക്ക് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അജിത്തേട്ടൻ്റെ 2ാമത്തെ പടം സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അജിത്തേട്ടനെയും ശരത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. അജിത്തിനെയൊക്കെ ഫിലിംസിൻ്റെ ക്രൂവിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ മണിമുല്ല ചേട്ടനുണ്ട്, കൃഷ്ണമോഹനേട്ടനുണ്ട്. ഇവരെയൊക്കെ നിർമ്മിച്ച പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദർ തുല്യനായ സുധീർ കരമന വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ലേ, പെട്ടെന്ന് കണ്ടവരുടെ കളക്ടർ ബ്രോ, താങ്ക് യു ബ്രോ. എൻ്റെ ലേറ്റസ്റ്റ് മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ചെന്നിത്തല സാറ്, ഞാൻ ദുബായ് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ, ഒരു ബുക്ക് ഫെയറിന് ഇതേപോലെ ഞങ്ങൾ അടുത്തടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാതിരിക്കുമെന്ന് എനിക്കൊരു 50-50 പ്രോബിലിറ്റിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സേജു നാട്ടിലവിടെ വീടെന്ന് ചോദിച്ചു. എൻ്റെ വിളി വരും, എൻ്റെ പേരറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിട്ട് ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ റിക്കവറായിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ചേർത്തലാണ് വീടെന്ന് പറഞ്ഞു. സോ വെരി അതൊരു എന്താണ് ഗൂസ് ബംസ് എന്നൊരു മനുഷ്യനായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. നമ്മൾ പേരെടുത്ത് വിളിക്കുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ നമ്മുടെ പേരെടുത്ത് വിളിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അവിടെ നെഞ്ചൊക്കെ വീർക്കും. അപ്പോൾ അതുപോലത്തെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് കിട്ടിയത്. എനിവേസ് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവിടെ വന്ന മീഡിയാസ്, പിന്നെ നമ്മുടെ അതർ ഗസ്റ്റ്, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉറപ്പായിട്ടും ഞങ്ങളുടെ ഈ ടീമിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ റൈറ്റർ ഡോക്ടർ അമ്പാടി, അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പോലെ പോക്രി സൈമണിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പോക്രി സൈമൺ വേറൊരു എക്സ്ട്രീം രീതിയിലുള്ളൊരു സിനിമയാണ്. ഹരിവരാസനം വേറൊരു എക്സ്ട്രീമാണ്. അതായത് ഏത് രീതിയിലുള്ള ജോണറിലുള്ള സിനിമകളായാലും അദ്ദേഹത്തിനത് വളരെ നല്ലപോലെ എഴുതാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിക്കും. ഹരിവരാസനത്തിൽ ഞങ്ങളുടെ മുമ്പിലോട്ട് തെളിയിച്ചിട്ടുണ്ട്, ചില സ്ക്രിപ്റ്റുകൾ വായിച്ചിട്ടുണ്ട്. ഇത് സിനിമയായിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കും തോന്നിയോ അദ്ദേഹത്തിന് ഏത് ജോണറിലുള്ള കഥയും വഴങ്ങുമെന്നുള്ളത്. എനിവേസ് താങ്ക്സ് അ ലോട്ട്. താങ്ക് യു. മലയാള സിനിമയിലെ ആക്ടർ, പ്രൊഡ്യൂസർ, മലയാള സിനിമയിലെ നമ്മളെ ഈ കൂട്ടത്തിൽ അല്ല ഇപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു കാർന്നൂർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ശ്രീ മണിയമ്പിള്ള രാജു ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കാനായിട്ട്. സ്വാമി സാർ, ഇത്രയും ബഹുമാനപ്പെട്ട ആഭ്യന്തര മിനിസ്റ്റർ രമേശ് രാജേഷ് നായർ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർ, കൂടി ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട
ഫ്ലോറിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അകപ്ലസ് അരങ്ങിങ്, ഇത് ഞങ്ങളുടെ കഥ, അങ്ങനെ നിരവധി പടങ്ങൾ. ആദ്യമായിട്ട് ഈ ഫ്ലോർ ഇനാഗ്രേറ്റ് ചെയ്തത് 42 വർഷങ്ങൾക്ക് മുമ്പ് കരുണാകരൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയാണ് സ്റ്റുഡിയോയും കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് അപ്പോൾ മേക്കപ്പ് ഇട്ട് ഞാനും ഉമേഷും ജഗയും ഈ ഇടയ്ക്ക് മരിച്ചുപോയ സന്തോഷ് കുമാറുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ കരുണാകരൻ സാർ ലൈറ്റിൻ്റെ ഈ ബോർഡ് വെറ്ററി ഹൈറ്റില്ല, അത് കുറച്ച് ലൈറ്റ് കൊടുക്കും. അതിലൊരു നടന്നു പോയിട്ട് അത് ഒഴിഞ്ഞ് താഴെ ഞങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ കരുണാകരൻ സാറിന് കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല, ചെറിയ ഒരു ഐശ്വര്യമാണ്. ചെറുത്ത കണ്ടായില്ല, നന്നായിട്ട് ഒരു ജനാധിപത്യത്തിനൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ആദ്യം എടുത്ത സിനിമയാണ് 42 വർഷം മുമ്പ് ഇത് ഞങ്ങളുടെ കഥ. അത് ഭയങ്കര ഹിറ്റായി. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി പടങ്ങൾ ഒരുപാട് ഹിറ്റ് പടങ്ങൾ രാശിയുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ ഇത് അറിയാതെ കിടക്കണം. ഇവിടെ എടുത്ത പടങ്ങളൊക്കെ 90% ഓടിയിട്ടുണ്ട്. ഈ ഫ്ലോറിൽ സെറ്റ് അടിച്ചിട്ടുള്ള ഒരുപാട് ഷോസ് ഉണ്ട് ഓരോ ചാനലുകൾ, അതെല്ലാം ഒരുപാട് ദിവസം പിന്നിട്ട് പോയി. അപ്പോൾ ഈ സാധാരണ ഹോളിവുഡ് സിനിമകൾക്കാണ് സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന് വളരെ എക്സ്പെൻസീവായിട്ട് തന്നെ അതിൻ്റെ മീനിയേഷൻ ഉണ്ടാകും. ഇന്ത്യയിൽ അങ്ങനെ ചെയ്ത് എനിക്കൊരു സാഹസിൽ മാത്രമേ ഉള്ളൂ, വേറെ ആരും. പക്ഷേ ഇതിൻ്റെ തിരക്കഥ വായിക്കാനായിട്ട് രാജസ്ഥാൻ്റെ ഓഫീസിൽ പോയപ്പോൾ, ബ്യൂട്ടിഫുൾ ഓഫീസിൽ പോയപ്പോഴത്തേക്കും അവിടെ അതിൻ്റെ മീനിയേഷൻ ഉണ്ടാകും. ഇത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ തന്നെ ചേട്ടാ ഇത്രയും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയ രീതിയിൽ നോക്കിയിട്ട് അതുപോലെ ഉണ്ടാകും. അവിടെ ചെന്ന് ചാണി അടിച്ചിട്ട് അത് തള്ളിയിരിക്കുന്ന പട്ടിയിൽ ഇങ്ങോട്ട് ചെയ്യുന്നത് ശരിയാവില്ല. അപ്പോൾ ആദ്യമേ അവിടെ നിന്ന് ഇവരെ ഹോംവർക്ക് തുടങ്ങി. അപ്പോഴേ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് കണ്ടപ്പോൾ ഞെട്ടിച്ചു. ഇങ്ങനെ ആയിരിക്കില്ല, ലൈറ്റപ്പൊക്കെ ചെയ്യുന്ന വന്ന് ഗെയിം മാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒറിജിനലിൽ നിന്ന് ഒരു മനുഷ്യൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സിനിമ ഒരു വിജയമായിരുന്നു. കാര്യം ഇതിൻ്റെ കഥയിൽ തന്നെ ആൾക്കാരുടെ എന്താ പറയുക മനസ്സിൽ പിടിച്ചു കിട്ടുന്ന കുറേ ഐഡിയകളുണ്ട്. സ്നേഹബന്ധം, ഭക്തി, റിലേഷൻഷിപ്സ് എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ വെളിയിലാവും, അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വേണമെന്നില്ല. ഈ പടം ഒരു വൻ വിജയമാകട്ടെ. ഇതിൻ്റെ കൂടെ ഉള്ളതെല്ലാം ഈ തൂഫാനുള്ളതെല്ലാം വളരെ സ്ട്രിക്റ്റായിരിക്കണം. ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പാടി കൊടുക്കും. എന്നെ മാത്രം ഇതെന്ന് ഒഴിവാക്കി. എനിക്ക് സെറ്റിലഴിഞ്ഞാണ് ഇരിക്കുന്നത്. ഒന്നും വേണ്ട, അതിലൊന്നും കാര്യമില്ല. ഞാൻ മോളെ കടിക്കുന്ന ആളായിരുന്നു. 2022 ഇതെല്ലാം നിർത്തിയാണ് എനിക്ക് അസുഖം വന്നതിന് ശേഷം. എന്നിട്ടും ഒരു വണ്ടി നിർത്തിയപ്പോൾ മീഡിയക്കാർ മുഴുവൻ പറയും വെള്ളം അടിച്ച് വണ്ടി നിർത്തി. ഇനിയിപ്പോൾ ഇത് ഭാഗ്യം മറ്റൊരു വണ്ടി പഠിക്കാം ഭയങ്കര എല്ലാം ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇന്ന് ഇങ്ങനെ നല്ല ഐശ്വര്യമായിട്ട് സാധനങ്ങൾ വന്നതൊക്കെ ചെയ്തത്. എല്ലാ ആശംസകളും നേരുന്നു, വിജയങ്ങളും നേരുന്നു. അതുപോലെ സ്വാമി അയ്യപ്പൻ ഇവിടുത്തെ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. അതുപോലെ നമ്മൾ കൊണ്ടുപോകാൻ ഒന്നിച്ചു. സോ പിന്നെ സുബിൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജിത് വിനായക ഹരിവരാസനത്തിലെ മെയിൻ അഭിനേത്രി അല്ലേ? എല്ലാവരോടും എനിക്ക് നന്ദി പറഞ്ഞു. എനിക്ക് അഭിനയിച്ചതിനോട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പലരെയും വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസിലായിട്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടില്ല. പല പടങ്ങളും ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഇത് രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഹൗസാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒന്ന് വിജയബാബുൻ്റെതായിരുന്നു, അതും വളരെ പ്രൊഫഷണലാണ്. പക്ഷേ ഇതെടുത്ത് പറയേണ്ടത് ഇത്രയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളൊരു കഴിഞ്ഞ 42 ദിവസം എടുത്തു ഈ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് 45 പേര് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യായിരുന്നു. അജിത് വിനായക ഫിലിംസ്, എനിക്ക് തോന്നുന്നു ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് അജിത് വിനായക ഫിലിംസ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ. മിസ്റ്റർ ശരത്, അതായത് ഒരു 3 തവണയോ മറ്റാണ് സമയത്ത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഓപ്പറേഷൻ തുഫാൻ ശ്രീ രമേശ് ചെന്നിത്തല അവർ ആഭ്യന്തരമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം വളരെ നല്ല രീതിയിൽ സമൂഹത്തിന് ആശാവഹമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതി നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന ഈ സമയത്ത് അതിനോടാണ്. And we have a strong producer here from അജിത് വിനായക ഗ്രൂപ്പ്. ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ സർ അജിത് വിനായക ഓൺ ദി സ്റ്റേജ് 2 വാക്ക് സംസാരിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെ അഭിമാനമുണ്ട്. ഈ സിനിമ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം മംഗളം ജയചന്ദ്രൻ അവരുകളും ഡോക്ടർ അമ്പാടിയും രാഷ്ട്രീയ കൂടെ എന്നെ കാണാൻ വന്നു. ഇതിൻ്റെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക്
തോന്നി ശരി മലയാളത്തിൽ 13 പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത് 14ാമത്തെ സിനിമയാണിത്. അപ്പം ഇങ്ങനൊരു സിനിമ ചെയ്യാം, അങ്ങനെ ഒരു ഭാഗ്യം അയ്യപ്പൻ്റെ സ്വാമിയേ ശരണയ്യപ്പ അതുപോലെ രമേശ് സാറ് എൻ്റെ വലിയ പദ്ധതി ഈ ധൂപാനെതിരെയുള്ള സത്യം പറഞ്ഞാൽ സാർ ഇങ്ങനെ ഇതിനു മുമ്പും കുബേരക്കെതിരെ സാറാണ് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നു. അതുപോലെ രാജചേട്ടൻ മണിമല രാജചേട്ടൻ, സൈജു എൻ്റെ 2ാമത്തെ സിനിമയിലാണ് സൈജു. ഇങ്ങനെ നിലവിലുള്ള ഒരുപാട് കലാകാരന്മാർ, കരമന, ഇതേപോലുള്ള ഒരുപാട് കലാകാരന്മാരോടുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രമേശ് സാറ് ഈ വലിയ ഈ പറഞ്ഞ തൂഫാൻ അത് വൻ വിജയമാവും. ഇനി വരുന്ന തലമുറകൾക്ക് നമുക്കിങ്ങനെയുള്ള ഒരു നാശങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ നാമത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ